നമസ്കാരം, ഞാൻ ഷിബു മടവൂർ. കാർഷിക ഗ്രാമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കർഷകർക്ക് ഏറ്റവും എളുപ്പം കൃഷി ചെയ്ത് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിളയാണ് ചീര. ഇപ്പോൾ തുലാവർഷമെല്ലാം കഴിഞ്ഞു, മഴയെല്ലാം മാറി. അപ്പോൾ നമുക്ക് ചീര കൃഷി ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയമാണിപ്പോൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ പുതിയതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ചീര കൃഷിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 15-20 സെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ചീര കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പോച്ചയെല്ലാം ചെത്തി വൃത്തിയാക്കി ഒരു 3 സെക്ഷനായിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ചീര എപ്പോഴും കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കറ്റും കൂടെ നോക്കണം. ഒരുമിച്ച് ചീര കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരുമിച്ച് വിളവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ ഒരു 3 പണയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സെക്ഷൻ ഞാൻ ആദ്യമേ പോച്ചയെല്ലാം ചെത്തി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് ചീര വിതച്ചാൽ മതി. ഈ രണ്ടാമത്തെ സെക്ഷൻ അടിവളമായിട്ട് നമ്മളിപ്പോൾ കോഴിവളം എല്ലാം കൊടുക്കുന്നതാണ്. ഇപ്പോൾ മൂന്നാമത്തത് ഇവിടെ പോച്ച ചെത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞ് ചീര വിളവെടുപ്പ് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞ ശേഷം അടുത്ത സെക്ഷൻ വിളവെടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു ക്രമീകരണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ചീര മാർക്കറ്റിങ്ങിനൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ചീര ഏറ്റവും നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ചീര വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് നല്ല സെയിൽ നമുക്ക് നടക്കും. കാര്യം ഒരു 30 രൂപ കൊടുക്കുമ്പോൾ ഒരു 1/2 കിലോ ചീര കിട്ടും. ചെറിയ ഉപഭോക്താവിന് ഏറ്റവും പൈസ കുറഞ്ഞ രീതിയിൽ ഒരു കറിക്കുള്ള അതാണ് ചീര നമ്മുടെ ഇത്രയും ജനപ്രിയമായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കൃഷി ചെയ്യാൻ പോകുന്നത് ചെമ്പട്ടെന്ന് പറയുന്ന ഇനം ചീരയാണ്. അപ്പോൾ ചീര നടുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ അത് ഇന്ന് നമ്മൾ പോച്ച എല്ലാം വൃത്തിയാക്കി ചെത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പോച്ച ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതല്ല, ഇനി നമ്മൾ മണ്ണിനടിയിലാക്കും. അപ്പോൾ പോച്ച ചെത്തിയതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കുമ്മായ ഇടണം. അപ്പോൾ ഈ ചീര കൃഷിക്ക് നമ്മൾ സാധാരണയായിട്ട് ഒരാഴ്ച കഴിയുമ്പോഴെല്ലാം വീണ്ടും കിളച്ചടുത്ത കോഴിവളം എല്ലാം അടിവളം എല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ കുമ്മായ ഇടാം. കുമ്മായം നമുക്ക് എല്ലാ സ്ഥലത്തും എത്തത്തക്ക രീതിയിൽ കുമ്മായം ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനെ ഇനി കിളച്ച് നല്ലതുപോലെ ചേർക്കും. ഈ കുമ്മായ ഇട്ടതിന് ശേഷം നല്ലതുപോലെ കുമ്മായം നമ്മൾ മണ്ണിൽ കിളച്ച് ചേർക്കണം. അപ്പോൾ അതിന് ശേഷം ഇത് ഒരാഴ്ച നമുക്ക് നനച്ച് ഇങ്ങനെ ഇട്ടേക്കാം. അതിനുശേഷമാണ് നമ്മൾ അടിവെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഈ പണയിൽ കുമ്മായ ഇട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒരാഴ്ച നനച്ചിട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ കോഴിവെള്ളം കൊടുക്കും. അപ്പോൾ അടുത്ത സെക്ഷൻ ഞാൻ ഒരാഴ്ച മുൻപ് തന്നെ നമ്മുടെ ഈ പണയിൽ എല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് അടിവളമായിട്ട് കോഴിവളം. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്നത് കോഴിവളമാണ്. ഇപ്പം നമുക്ക് കോഴിവളം അല്ലെന്നുണ്ടെങ്കിൽ വേപ്പൻ പിണ്ണാക്ക് ചിലർ കൊടുക്കുന്നുണ്ട് അടിവളമായിട്ട്, ചിലർ ചാണകം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എന്താണോ കിട്ടുന്നത്. അപ്പോൾ ഈ ഇത്ര ഏരിയയിലേക്ക് ഒരു 3 ചാക്ക് കോഴിവളമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് കോഴിവളം കൊടുക്കാം. ഓക്കെ, നമുക്ക് അപ്പോൾ ഈ പണയിൽ കുമ്മായൊക്കെ ഇട്ട് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ അകത്ത് അടിവളം കോഴിവളമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കൃഷിക്കും അടിവളമായിട്ട് കൊടുക്കുന്നത് കോഴിവളമാണ്. അപ്പോൾ ചീര കൃഷിക്ക് നമുക്ക് ആരും ഇങ്ങനെ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങളൊന്നും സാധാരണ കൊടുക്കേണ്ട ആവശ്യമില്ല. നൈട്രജൻ അടങ്ങിയ വളങ്ങൾ മാത്രമേ കൊടുക്കാവൂ. കാര്യം പൊട്ടാഷ് അടങ്ങിയ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചീര പെട്ടെന്ന് പൂത്തുപോകും. അപ്പോൾ നമുക്ക് കോഴിവളം അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം ചെടി ഗ്രോത്ത് ആയിട്ട് വളരും. ഇപ്പോൾ ഈ ഒരു പണയിലേക്ക് ഒരു 3 ചാക്കാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ ചെടി നല്ല ഗ്രോത്ത് ആയിട്ട് വളരുകയും നമുക്ക് നല്ല വെയിറ്റ്, ചീരയ്ക്ക് നല്ല വെയിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും ചീര കൃഷി ചെയ്യുന്നത് ചീര വിതയ്ക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിത് പറിച്ച് നടാറില്ല. പിന്നെ നമുക്ക് എപ്പോഴും അതിൻ്റെ നല്ല നെല്ലെല്ലാം വിതയ്ക്കുന്ന പോലെ ചീര വിതച്ച് കഴിഞ്ഞാൽ മൂടൊന്നും കൂടാതെ വിതച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടത്തക്ക രീതിയിൽ ചീര കിട്ടും. അങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് ചീര കൃഷി ചെയ്യുന്നത്. ചിലരെല്ലാം ചീര പറിച്ച് നടുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെയും കൃഷിക്ക് അവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും കൃഷി ചെയ്യുന്നത് ചീര വിതയ്ക്കുകയാണ് ചെയ്യുന്നത്, ഞാൻ പിരിച്ച് നടാറില്ല. അപ്പോൾ കോഴിവളം നല്ല രീതിയിൽ നമ്മൾ അടിവളം കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ അടിവളം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ കിളച്ച് ലെവല് ചെയ്തെടുക്കണം. നല്ലതുപോലെ കിളച്ച് കട്ടയെല്ലാം ഉടച്ച് നല്ല ലെവലാക്കി എടുക്കണം. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ ഈ ഭാഗത്ത് ഞങ്ങൾ ഇന്ന് രാവിലെ കോഴിവളം കൊടുത്ത് കിളച്ച് ചീര വിതയ്ക്കാൻ പരുവമാക്കി റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ചീര കൃഷി ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കാൻ അതിനുള്ള സൗകര്യം കണക്കാക്കി നമ്മളിതാ ഈ ചാലെല്ലാം ഭംഗിയാക്കി റെഡിയാക്കി ഇട്ടിരിക്കുന്നുണ്ട്. വീറ്റ് മാറ്റ് നമ്മൾ ഈ സൈഡിൽ ഇട്ടിട്ടുണ്ട് പുല്ല് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എല്ലാ ദിവസവും ചീര വിതച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് വെള്ളം ഒഴിക്കണം. അതിനുള്ള സൗകര്യം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ചീര വിത്ത് അത് വിതയ്ക്കുമ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചീര വിതയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചീരയുടെ വിത്ത് മണലുമായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മണലിൽ മിക്സ് ചെയ്തിട്ട് ചീര വിത്ത് വിതയ്ക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ചീര വിത്ത് ചെല്ലുകയും നമുക്ക് ഒരേപോലെ തന്നെ മൂട് കറക്റ്റായിട്ട് പൊടിച്ചു വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ചീരയുടെ വിത്ത് പാകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മണൽ അതായത് നല്ല ഉണങ്ങിയ മണൽ വേണം. ആ മണലിൽ നല്ലതുപോലെ ഇളക്കി ചേർത്തതിന് ശേഷം മാത്രമേ ചീര വിത്ത് പാവാകൂ, അല്ലെന്നുണ്ടെങ്കിൽ മൂട് കൂടിപ്പോവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ വിത്ത് എത്തും. അപ്പോൾ നമുക്ക് ഇനി വിത്ത് നമ്മുടെ ഈ മണലിലേക്ക്, ഇതൊരു 50 ഗ്രാം വിത്താണ് ഈ ഏരിയയിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ സ്ഥലത്തും എത്തത്തക്ക രീതിയിൽ ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഈ വിത്തും മണലും തമ്മിൽ നല്ലതുപോലെ ഇളക്കി ചേർക്കണം, മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചീര നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു ബക്കറ്റിലേക്ക് എടുക്കുകയാണ്. ഇത് ചീരയും മണലും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് ചീര വിതയ്ക്കാം. അപ്പോൾ അടുത്തത് ഞങ്ങൾ ചീര വിതയ്ക്കാൻ പോവുകയാണ്. നമ്മളെ നെല്ലൊക്കെ വിതയ്ക്കുന്ന പോലെയാണ് ചീര വിതയ്ക്കുന്നത്. എല്ലാ സ്ഥലത്തും ഈ മണൽ എത്തണം. വിതയ്ക്കുമ്പോൾ എപ്പോഴും ഈ മണൽ എല്ലാ സ്ഥലത്തും എത്തണം, എങ്കിൽ മാത്രമേ എല്ലാ സ്ഥലത്തും ചീര പൊടിച്ച് വരത്തുള്ളൂ, എല്ലാ സ്ഥലവും. അപ്പോൾ നമ്മൾ വിതയ്ക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. എല്ലാ സ്ഥലത്തും വിത്ത് എത്താനുള്ള ഒരിത് കണക്കാക്കി വേണം നമ്മൾ ചീര വിതയ്ക്കാൻ. അപ്പോൾ നമ്മൾ ചീര വിത്ത് വിതച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് വിതച്ചാൽ നമ്മൾ പിന്നെ ഇനി വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് വെള്ളം, നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ നമ്മൾ വിതച്ച ചീരയുടെ വിത്തുകളെല്ലാം മണ്ണിൻ്റെ അടിയിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചീര വിതച്ചു, ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ ഒക്കെ നമുക്ക് ചീര പൊടിക്കുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ചീര കൃഷിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി എത്തുമായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.